നമസ്തേ. സുവേന്ദു പറഞ്ഞാൽ പറഞ്ഞതാണ്. ആ അമ്മയുടെ മകൾക്ക് നീതി കിട്ടും. ഒരു അമ്മയുടെ കണ്ണീരിന് മുന്നിൽ രാഷ്ട്രീയം പോലും നിശബ്ദമായി. രാജ്യത്തെ നടുക്കിയ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതക കേസിന് ശേഷം മാസങ്ങൾ കടന്നുപോയി. പ്രതിഷേധങ്ങൾ നടന്നു, രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടന്നു, അന്വേഷണം നടന്നു. പക്ഷേ ഒരു അമ്മയുടെ ചോദ്യം മാത്രം ഇപ്പോഴും ബാക്കിയായിരുന്നു. എന്റെ മകൾക്ക് നീതി എപ്പോഴാണ് ലഭിക്കുക? ഇപ്പോൾ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ നടന്ന ഒരു സംഭവം വീണ്ടും ആർജിക്കാർ കേസിനെ ദേശീയ ചർച്ചയാക്കി മാറ്റുകയാണ്. മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണീർ ബംഗാളിനെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്നു. നീതിക്കായി ആ അമ്മ നടത്തിയ പോരാട്ടം ഇന്നും തുടരുകയാണ്. എന്നാൽ ഇപ്പോൾ ശക്തമായ വാക്കുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുവേന്ദു അധികാരി. ബംഗാൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേട്ട് ആ പെൺകുട്ടിയുടെ അമ്മയും BJP MLAയുമായ രത്ന ദേബ്നാഥ് കണ്ണീരിലായിരുന്നു. ആ ദൃശ്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. നമുക്ക് ആ വീഡിയോ കാണാം. বিচার হবে, গোটা বাংলায় আমাদেরকে জিতিয়ে এনেছে। অভয় বিচার দিতে তিনটা IPS কে সাসপেন্ড করেছে, সন্দীপ ঘোষাদের তাড়িয়েছে, বাকি যা আছে পরিষ্কার করব। তামান্নার মা বিচার পাবে। রামপুর হাটে ওই 6 বছরের আদিবাসী কন্যা তার পরিবার বিচার পাবে। ময়নাগুড়ির ওই রাজবংশী ফ্যামিলি, রাজগঞ্জের ওই রাজবংশী ফ্যামিলি, কালিয়াগঞ্জের মৃত্যুঞ্জয় বর্মন সহ আমাদের যে ছাত্রীকে ধর্ষণ খুন হয়েছে বিচার আমরা দেব। হাসখালির নবসূত্র পরিবার কামদুনি থেকে কসবা ল কলেজ, জিরো টলারেন্স, জিরോ ടോളറൻസ്. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവം ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡ്യൂട്ടിയിലായിരുന്ന 31-കാരിയായ PG ട്രെയിനി ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. പിന്നീട് അഭയ എന്ന പ്രതീകാത്മക പേരിലാണ് ആ യുവ ഡോക്ടറെ രാജ്യമൊട്ടാകെ പ്രതിഷേധക്കാർ ഓർത്തത്. ഈ കേസിൽ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് മാസങ്ങളോളം പ്രതിഷേധങ്ങൾ അരങ്ങേറി. ഡോക്ടർമാരും വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളും തെരുവിലിറങ്ങി. എന്നാൽ ഇരയുടെ കുടുംബത്തിന്റെ വേദനയ്ക്ക് ഇതുവരെ പൂർണ്ണ വിരാമമായിരുന്നില്ല. ഇതിനിടെയാണ് പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ആർജിക്കാർ കേസിനെ കുറിച്ച് സംസാരിച്ചത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ സർക്കാർ സീറോ ടോളറൻസ് നയമാണ് സ്വീകരിക്കുന്നതെന്നും ആർജിക്കാർ കേസിൽ നീതി ഉറപ്പാക്കുമെന്നും അദ്ദേഹം സഭയിൽ പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അഭയയ്ക്ക് നീതി ലഭിക്കും. അതിനുവേണ്ടിയാണ് ബംഗാളിലെ ജനങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ഈ വാക്കുകൾ കേട്ടതോടെ സഭയിലിരുന്ന അഭയയുടെ അമ്മയും BJP MLAയുമായ രത്ന ദേബ്നാഥ് വികാരാധീനയായി പൊട്ടിക്കരഞ്ഞു. സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വനിതാ MLA അവരെ ആശ്വസിപ്പിച്ചു. ഈ ദൃശ്യങ്ങളാണ് നിങ്ങൾ കുറച്ചു മുൻപേ കണ്ടത്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച രത്ന ദേബ്നാഥ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാനിവിടെ അധികാരത്തിനോ രാഷ്ട്രീയത്തിനോ വേണ്ടിയല്ല നിൽക്കുന്നത്. എൻ്റെ മകൾക്ക് നീതി ലഭിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയുണ്ട്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. 2024 ഓഗസ്റ്റ് 9 രാജ്യത്തെ ആകെ നടുക്കിയ സംഭവം നടന്നത്. ഡ്യൂട്ടിയിലായിരുന്ന 31 വയസ്സുള്ള PG ട്രെയിനി ഡോക്ടർ രാത്രിയോടെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെമിനാർ മുറിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും പിന്നാലെ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും അന്നത്തെ TMC സർക്കാർ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സംഭവം രാജ്യമെമ്പാടുമുള്ള ഡോക്ടർമാരുടെ സമൂഹത്തിനിടയിലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. സമീപകാലത്ത് നടന്ന പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
തൃണമൂൽ കോൺഗ്രസ് വൻ പരാജയം ഏറ്റുവാങ്ങുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തു. ഇതിന് പിന്നാലെ ആർജിക്കാർ കേസ് വേഗത്തിലാക്കുമെന്നും കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നും പുതിയ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. യുവ ഡോക്ടർ അന്ന് ഭക്ഷണം കഴിച്ചതു മുതൽ മൃതദേഹം സംസ്കരിക്കുന്നതുവരെയുള്ള മുഴുവൻ സംഭവ വികാസങ്ങളും അന്വേഷിക്കാൻ CBIയുടെ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഈ കുറ്റകൃത്യത്തിൽ നിരവധി പ്രമുഖർക്കും നേരിട്ടും അല്ലാതെയുമൊക്കെ പങ്കുണ്ടെന്ന് രത്ന ദേവ്നാഥ് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ട വ്യക്തികളുടെ പേരുകളടങ്ങിയ മുദ്രവെച്ച കത്ത് അവർ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിക്ക് കൈമാറിയിട്ടുമുണ്ട്. കേസ് കൈകാര്യം ചെയ്ത രീതിയിൽ ഗുരുതര വീഴ്ച വരുത്തിയ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ പുതിയ സർക്കാർ കർശന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ആർജിക്കർ സംഭവ സമയത്ത് പ്രധാന ചുമതലകൾ വഹിച്ചിരുന്ന മുതിർന്ന IPS ഉദ്യോഗസ്ഥരായ വിനീത് ഗോയൽ, ഇന്ദിരാ മുഖർജി, അഭിഷേക് ഗുപ്ത, കോളേജ് പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ സന്ദീപ് ഘോഷ് എന്നിവർക്കെതിരെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി വകുപ്പ് തല അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഇവരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ പ്രധാന പ്രതിയായ സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചിട്ടുണ്ടെങ്കിലും കേസിന്റെ എല്ലാ വശങ്ങളും പുറത്തുകൊണ്ടുവരാൻ CBI അന്വേഷണം തുടരുകയാണ്. കേസിൽ പ്രതിയായ സഞ്ജയ് റോയ് കുറ്റക്കാരനെന്ന് കൊൽക്കത്ത കോടതിയാണ് കണ്ടെത്തിയത്. പ്രതി യുവ ഡോക്ടറെ ആക്രമിച്ചതും ലൈംഗികമായി പീഡിപ്പിച്ചതും തെളിഞ്ഞെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അന്ന് ആ സംഭവം അറിഞ്ഞെത്തിയ കൊൽക്കത്ത പോലീസ് അലംഭാവത്തോടെയാണ് അന്വേഷണം തുടങ്ങിയത്. പ്രതിഷേധം ശക്തമായപ്പോഴാണ് കൊലപാതക ബലാത്സംഗ വകുപ്പുകൾ ചേർത്തത്. തെളിവുകൾ ഇല്ലാതാക്കി അന്വേഷണത്തെ അട്ടിമറിക്കാനായിരുന്നു ശ്രമം. മമതാ സർക്കാരിന്റെ അലംഭാവത്തിൽ രാജ്യവ്യാപകമായി പ്രതിഷേധം ഉയർന്നതോടെ അന്വേഷണം ഏറ്റെടുക്കാൻ CBIയോട് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ന് ആർജിക്കാർ കേസ് മാത്രമല്ല, ഹൻസ്കലി, കാംദുനി, കസ്ബ ലോ കോളേജ്, ദുപ്ഗുരി തുടങ്ങി ബംഗാളിൽ നടന്ന മറ്റ് സ്ത്രീ പീഡന കേസുകളിലും നീതി ഉറപ്പാക്കുമെന്ന സന്ദേശവും മുഖ്യമന്ത്രി നൽകി കഴിഞ്ഞു. കഴിഞ്ഞ വർഷം രാഷ്ട്രീയ സംഘർഷത്തിനിടെ കൊല്ലപ്പെട്ട 13-കാരിയായ തമന്ന ഖാത്തൂണിന്റെ മരണവും അദ്ദേഹം സഭയിൽ പരാമർശിച്ചു. രാഷ്ട്രീയ നിറം നോക്കാതെ എല്ലാ ഇരകൾക്കും നീതി ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആർജിക്കാർ കേസിലെ ആ യുവ ഡോക്ടർ ഇന്ന് ജീവനോടെയില്ല. പക്ഷേ അവളുടെ പേരിൽ ഉയർന്ന പ്രതിഷേധവും നീതിക്കായുള്ള ആവശ്യവും ഇന്നും അവസാനിച്ചിട്ടില്ല. നിയമസഭയിൽ ഒരു അമ്മ പൊട്ടിക്കരഞ്ഞ ആ നിമിഷം ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും ഒരു കുടുംബത്തിന്റെ ജീവിതം തകർന്നുപോയ കഥയാണെന്നും വീണ്ടും ഓർമ്മിപ്പിച്ചു. നീതി വൈകാം, പക്ഷെ നീതി നിഷേധിക്കപ്പെടരുത്. അഭയുടെ കുടുംബം മാത്രമല്ല, രാജ്യത്തെ ഓരോ അമ്മയും കാത്തിരിക്കുന്നത് അതേ ഉത്തരത്തിനാണ്. അഭയ്ക്ക് നീതി ലഭിക്കും. സുവേന്ദു അധികാരി നീതി ഉറപ്പാക്കും. കാരണം ബംഗാൾ പഴയ ബംഗാളല്ല. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.